നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചുമരുകളെല്ലാം വൃത്തികേടായിരിക്കും. കാരണം കുട്ടികൾ പടം വരച്ച് അവരൊന്ന് ഒരു വയസ്സാകുമ്പോൾ തന്നെ അവരിൽ പേന കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇതേപോലെയാകും നമ്മുടെ വീട്ടിലെ എല്ലാ പിന്നെ വോളുകളും. കാരണം നമ്മൾ പ്രത്യേകിച്ച് വൈറ്റാണ് അടിക്കണമെങ്കിൽ അതേപോലെ അത്രയും വൃത്തികേടാകും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു വൈറ്റ് കളർ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് പൂശിയിട്ടുണ്ടായിരുന്നു. അതായത് കുറേ കുത്തിവരകളുണ്ടായിരുന്നു, അതൊന്ന് ചെറുതായിട്ട് മാഞ്ഞു പോകാനായിട്ട്. അത് കഴിഞ്ഞാണ് ഇതേപോലത്തെ ഒരു ആർട്ട് പിൻറ്റാർട്ട് എന്ന് പറഞ്ഞ ആപ്പിൽ കണ്ടത്. പിൻട്രസ്റ്റിൽ നിന്ന് ആ ആപ്പിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് ചോർത്തി, അതായത് അടിച്ചു മാറ്റിയെന്ന് പറയാം. ഇതേപോലത്തെ ഒരു കൂജ, അതായത് ഡിഫറെൻറ്റ് കളേഴ്സിൽ കൂജ, അതിൽ പൂ വരയ്ക്കുന്നത്. നമ്മൾ സാധാരണ പോലെ ഞാൻ എന്താ പറയുക, ഒരു ഔട്ട്ലൈനോ ഒന്നും കൊടുത്തിട്ടില്ല. എങ്ങനെയാണോ ഒരു ശരിക്കും പറഞ്ഞാൽ മ്യൂറൽ ആർട്ടിൽ ചെയ്യുന്ന പോലെ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ലാത്ത കുറേ കൂജകൾ, അതിൽ നിന്നും വരുന്ന ഒരു ഇലകൾ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പിൻട്രസ്റ്റ് കണ്ട ആ ഒരു ഡിസൈൻ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ഞാൻ ആലോചിച്ചു അത് തന്നെ അങ്ങോട്ട് വരയ്ക്കാം. അങ്ങനെ പ്രത്യേക വരകളൊന്നും ഇല്ലാതെ വെറുതെ ഒരു റാൻഡമായിട്ട് അങ്ങനെ എന്തൊക്കെയോ വരച്ചു കൂട്ടി. അത്യാവശ്യം 3-4 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ചില ആളുകളുടെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകാം, ഇത് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പോകുമെന്ന്. ശരിക്കും ഇത് ആക്രിലിക് പെയിൻ്റാണ്. അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് വരയ്ക്കുന്നത്, ഈ ഒരു പെയിൻ്റ് എടുത്തിട്ട് വരയ്ക്കുന്നത്. നമ്മൾ വെള്ളം ചേർത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഇട്ട് വരച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടായിപ്പോവും. അതേസമയം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ വെറുതെ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാലകാലം നിൽക്കും. എൻ്റെ റൂമിലുള്ള ഒരു കൃഷ്ണൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഒരുപാട് നാളായി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഞാനത്. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇലയാട്ടോ. ഇതൊരു വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനൊരു പെൻസിൽ പോലും ഉപയോഗിച്ചിട്ടില്ല. വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഇലയുടെ ഷേപ്പ് വരച്ചു, അത് ഫില്ല് ചെയ്തു. ഇലയുടെ ഷേപ്പ് വരച്ചു, ഫില്ല് ചെയ്തു. അത് തന്നെ 3 ഭിത്തികളുടെ എന്താ പറയുക, ആ തൂണിലും ഇതേപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൽ നടുക്കത്തെ ഒരു ചെറിയ ഇതായതുകൊണ്ട് ഒരു കുഞ്ഞായിട്ട് ഇച്ചിരി ഹൈറ്റിലായിട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ഈ കൂജയിൽ നിന്നും ഈ ഇല വരുന്നതാണ് സംഭവം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ബ്ലാക്ക് കളർ കൊണ്ടാണ് ഞാൻ തണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എങ്ങും വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സെറ്റിയിൽ തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിനെടുത്തതിന് ശേഷം കണ്ടോ ഇതേപോലെ ഇരിക്കും. തണ്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇത് ഇടയ്ക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഞാൻ ഇടയിൽ കൂടെ ഇത് വരച്ചത്. എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഇലയുടെ തണ്ട് പോലെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇടയ്ക്ക് എൻ്റെ മോൻ വരുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ പടമൊക്കെ വരയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൾ. പക്ഷേ ഇടയ്ക്ക് അമ്മ ഞാനും വരയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ ഒന്നും ചെയ്യില്ലേ, കാരണം തൊട്ടാൽ അപ്പം തന്നെ വേറെ അവിടെ ഇവിടെയൊക്കെ ആക്കുവൻ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ അവന് വേറൊരു പേപ്പർ കൊടുത്തിട്ട് അവൻ അതിൽ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കൾ ഇതേപോലത്തെ കുഞ്ഞു ടോഡ്ലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ വരകളൊന്നും മര്യാദയ്ക്ക് നടക്കില്ല. പിന്നെ അവരെ ആദ്യം ഒരുക്കിയിരുത്തണം, അതിന് ശേഷം നമ്മുടെ വരകൾ നടക്കുള്ളൂ. പിന്നെ ഇപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെയ്യണത് ഈ ഒരു ആർട്ടാണ് ഞാൻ കണ്ടിട്ടോ. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതെല്ലാം വരച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എല്ലാവരും പറയും, അയ്യോ ഇത് വരച്ചതിൻ്റെ പുറത്തു കൂടെ അല്ലല്ലോ, ഇത് വേറെ അതിൻ്റെയും പുറത്തു കൂടെ ആണല്ലോ എന്ന്. പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അതിന് ശരിക്കും ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് ആ ഒരു ആർട്ടിന്. എക്സ്പെഷ്യലി നമ്മൾ ഒരു ബ്ലാക്ക് ഡിസൈൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി. ഇപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം, ഇങ്ങനെയാണ്
അതിരിക്കുന്നത്. ഇതിന് ഞാൻ കൊടുക്കണം. അപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, ഇപ്പോൾ ഒരെണ്ണത്തിന് മാത്രമേ ഇങ്ങനത്തെ കൊടുത്തുള്ളൂ. പിന്നെ ഉള്ളിലുള്ള ആ ഇലയുടെ ഷേപ്പിന് ഞാനൊരു യെല്ലോ കളർ, ശരിക്കും അതൊരു ഗോൾഡൻ ഷെയ്ഡ് കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്യൂട്ടായേനെ, ഗോൾഡൻ ഷെയ്ഡാണെങ്കിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു യെല്ലോ കളറാണ്. ആ യെല്ലോ ഒരു ലൈറ്റ് ഗോൾഡ് പോലെ തന്നെയാണ്. ഞാൻ ഭയങ്കര നൈസായിട്ട് നാരോ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ സംഭവം വരച്ച് വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് എനിക്ക് തന്നെ തോന്നി. അത് കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് എടുത്ത് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ ഈ അടുത്തിങ്ങനെ നിന്നിട്ടാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ വേണ്ട, ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് ഫുള്ള് ഇരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്.